തോട്ടയ്ക്കാട് സെന്റ് ജോർജ് യു പി സ്കൂളിന്റെ 2024-25 അധ്യയന വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട്. ആമുഖം. അറിവിന്റെ പൊൻവെളിച്ചം കുരുന്നു ഹൃദയങ്ങളിൽ പകർത്തിക്കൊണ്ട് സെന്റ് ജോർജ് യു പി സ്കൂൾ ഇരവുചിറ എന്ന ഗ്രാമത്തിന്റെ ഹൃദയഭാഗത്ത് അക്ഷരസൂര്യനായി പ്രശോഭിതമായിട്ട് 87 വർഷങ്ങൾ പിന്നിടുന്നു. പാഠ്യേതര വിഷയങ്ങളിൽ മികവിന്റെ പടത്തൊപ്പി അണിഞ്ഞ് വിജയഭേരി മുഴക്കി ജൈത്രയാത്ര തുടരുന്ന സെന്റ് ജോർജ് യു പി സ്കൂളിന്റെ 2024-25 അധ്യയന വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് പൊതുജനസമക്ഷം ആദരപൂർവ്വം സമർപ്പിക്കുന്നു. ചങ്ങനാശ്ശേരി ദേവമാതാ പ്രൊവിൻഷ്യൽ റവറൻഡ് സിസ്റ്റർ ബ്രിജി FCC കോർപ്പറേറ്റ് മാനേജറായിരിക്കുന്ന നമ്മുടെ സ്കൂളിന്റെ ലോക്കൽ മാനേജർ റവറൻഡ് സിസ്റ്റർ ജോയൽ FCCയും ഹെഡ് മിസ്റ്റേഴ്സ് റവറൻഡ് സിസ്റ്റർ കരുണ FCCയുമാണ്. 14 ഡിവിഷനുകളിലായി 307 കുട്ടികളും ഹെഡ് മിസ്റ്റേഴ്സ് റവറൻഡ് സിസ്റ്റർ കരുണയുടെ നേതൃത്വത്തിൽ 19 അധ്യാപകരും 6 അനധ്യാപകരും ഈ സ്കൂളിന്റെ ഭാഗഭാക്കുകളാണ്. 2024 മെയ് 30 സ്റ്റാഫ് മീറ്റിംഗ് കൂടി സ്റ്റാഫ് കൗൺസിൽ രൂപീകരിക്കുകയും പുതിയ അധ്യയന വർഷത്തെ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുകയും ചെയ്തു. ഈ വർഷമുണ്ടായ 2 വേക്കൻസികളിൽ ജോയിൻ ചെയ്ത ശ്രീ സച്ചിൻ ജേക്കബ്, സിസ്റ്റർ അൻസു എന്നിവരെയും ഹെഡ് ടീച്ചർ തസ്തികയിൽ ജോയിൻ ചെയ്ത ശ്രീമതി പ്രീജാമോൾ MP-യെയും ഹാർദവമായി സ്വാഗതം ചെയ്തു. സ്റ്റാഫ് സെക്രട്ടറിയായി ശ്രീമതി സൗമ്യമോൾ തോമസ്, SRG കൺവീനർ സിസ്റ്റർ ബിന്നി ദേവസ്യ, PTA സെക്രട്ടറിമാരായി ശ്രീമതി മോളമ്മ CA, സിസ്റ്റർ മെർലിൻ കുര്യാക്കോസ് എന്നിവരെ തിരഞ്ഞെടുത്തു. നമ്മുടെ സ്കൂളിലെ സീനിയർ അധ്യാപികയായ സിസ്റ്റർ റിറ്റി മരിയ ഈ വർഷം ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കുന്നു. രക്ഷകർതൃ സംഘടന. പ്രവർത്തനനിരതമായ ഒരു PTA ഈ വിദ്യാലയത്തിന് മുതൽക്കൂട്ടാണ്. PTA പ്രസിഡന്റ് ശ്രീ സന്ദീപ് കുമാർ, MPTA പ്രസിഡന്റ് ശ്രീമതി സജിനി ചാക്കോ എന്നിവർ നേതൃത്വം നൽകുന്ന 11 അംഗ എക്സിക്യൂട്ടീവ് ഒന്നിച്ച് സ്കൂൾ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നു. സ്കൂളിൽ നടത്തിവരുന്ന ആഘോഷങ്ങളിലും സബ് ജില്ലാ ശാസ്ത്ര കലാകായിക മത്സരങ്ങളിലും വേണ്ട പ്രോത്സാഹനവും സഹായവും നൽകുന്ന PTA-യുടെ പ്രവർത്തനങ്ങൾ പ്രശംസനീയമാണ്. സ്കൂൾ അസംബ്ലി. വ്യക്തിത്വ വികസനത്തിൻ്റെയും നേതൃപാടവത്തിൻ്റെയും ആദ്യ പാഠങ്ങൾ പകർന്നു നൽകി സ്കൂൾ അസംബ്ലി ക്ലാസ് അടിസ്ഥാനത്തിൽ എല്ലാ ബുധനാഴ്ചകളിലും ഇംഗ്ലീഷ് മലയാളം ഭാഷകളിൽ നടത്തപ്പെടുന്നു. അധ്യയനം. 2024 ജൂൺ 3 വർണ്ണാഭമായ പ്രവേശനോത്സവ പരിപാടികളോടെ അധ്യയന വർഷത്തിന് തുടക്കം കുറിച്ചു. തോരണങ്ങളും ബലൂണുകളും കൊണ്ട് അലങ്കൃതമായ സ്കൂൾ അങ്കണത്തിൽ പ്രഥമാധ്യാപിക റവറൻഡ് സിസ്റ്റർ കരുണയും റവറൻഡ് സിസ്റ്റർ റിറ്റി മരിയയും നവാഗതരെ അക്ഷരക്കൊടിയും തൊപ്പിയും മധുരപലഹാരങ്ങളും നൽകി സ്വീകരിച്ചു. തുടർന്ന് PTA പ്രസിഡന്റ് ശ്രീ സന്ദീപ് കുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പൊതുസമ്മേളനം ഇരവുചിറ സെന്റ് മേരീസ് ഇടവക വികാരി റവറൻഡ് ഫാദർ ജെയിംസ് അത്തിക്കളം ഉദ്ഘാടനം ചെയ്തു. വാകത്താനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ ബെന്നി, ഹെഡ് മിസ്റ്റേഴ്സ് റവറൻഡ് സിസ്റ്റർ കരുണ എന്നിവർ കുട്ടികൾക്ക് ആശംസകൾ നേർന്നു. എല്ലാ ദിവസവും രാവിലെ 9 മണി മുതൽ കുട്ടികൾ സ്കൂളിൽ എത്തിച്ചേരുന്നു. 9:20 അധ്യാപകരുടെ പ്രാർത്ഥന, തുടർന്ന് കുട്ടികൾ ഈശ്വര പ്രാർത്ഥന, പ്രതിജ്ഞ, പത്രവായന ഇവ നടത്തിയതിനു ശേഷം ക്ലാസുകൾ ആരംഭിക്കുന്നു. അധ്യയന വർഷാരംഭത്തിൽ തന്നെ കുട്ടികൾക്ക് പാഠപുസ്തകങ്ങൾ, യൂണിഫോമുകൾ ഇവ വിതരണം ചെയ്തിരുന്നു. സർക്കാർ പദ്ധതിയായ ഉച്ചഭക്ഷണം, സ്പെഷ്യൽ അരി, പാൽ, മുട്ട എന്നിവ നമ്മുടെ സ്കൂളുകളിൽ കുട്ടികൾക്ക് നൽകി വരുന്നു. നോൺ മീൽ പ്രോഗ്രാമിന് നേതൃത്വം നൽകുന്ന സിസ്റ്റർ ജിയോ ട്രീസയെ നന്ദിയോടെ ഓർക്കുന്നു. ഓരോ മാസവും 2 സ്റ്റാഫ് മീറ്റിംഗ്, 2 SRG എന്നീ ക്രമത്തിൽ അധ്യാപകർ ഒത്തുചേർന്ന് സ്കൂൾ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നു. അധ്യാപക സൗഹൃദം ഊട്ടിയുറപ്പിക്കുന്നതിനായി ജന്മദിനാഘോഷങ്ങളും സ്റ്റാഫ് ടൂറും സംഘടിപ്പിച്ചു. 1-2 ക്ലാസുകളിലെ പഠന പ്രവർത്തനങ്ങളായ സംയുക്ത ഡയറി, സചിത്ര പാഠാവലി എന്നിവയിലൂടെ കുട്ടികളുടെ സർഗാത്മക രചനകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും പഠന താൽപ്പര്യങ്ങൾ വളർത്തുന്നതിനുമുള്ള അധ്യാപകരുടെ പരിശ്രമങ്ങൾ ശ്രദ്ധേയമാണ്. 3-ാം ക്ലാസ്സിലെ പഠന പ്രവർത്തനത്തിന്റെ ഭാഗമായി നടത്തിയ പലഹാരമേളയും 4-ാം ക്ലാസ്സിലെ മലയാള പഠന പ്രവർത്തനത്തിന്റെ ഭാഗമായ ഊണിൻ്റെ മേളവും 5-ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പഠന പ്രവർത്തനത്തിന്റെ ഭാഗമായ ഫുഡ് ഫെസ്റ്റും 7-ാം ക്ലാസ്സിലെ സയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തിയ പാചകമേളയും 7-ാം ക്ലാസ്സിൽ മലയാള പഠന പ്രവർത്തനത്തിന്റെ ഭാഗമായി നടത്തിയ കർഷകരുമായുള്ള അഭിമുഖവും 7-ാം ക്ലാസ്സിൽ സയൻസിന്റെ പഠന പ്രവർത്തനമായ മായം ചേർക്കൽ, തനതു പ്രവർത്തനമായ സോപ്പ് നിർമ്മാണം എന്നിവയും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. ബഡ്ഡിംഗ് റൈറ്റേഴ്സിന്റെ ഭാഗമായി അധ്യാപികയായ ശ്രീമതി പ്രീജാമോൾ MP-യുടെ നേതൃത്വത്തിൽ നടത്തിയ എഴുത്തുകൂട്ടം വായനാകൂട്ടം എന്ന ഏകദിന ശില്പശാല കുട്ടികളിൽ വായനയും എഴുത്തും പ്രോത്സാഹിപ്പിക്കാൻ ഉതകുന്നതായിരുന്നു. അക്കാദമിക് മാസ്റ്റർ പ്ലാൻ പ്രകാരം LSS USS പരീക്ഷകൾക്ക് പരിശീലനം അധ്യാപകർ നൽകി വരുന്നു.
കഴിഞ്ഞ വർഷം USS പരീക്ഷയിൽ മികച്ച വിജയം കൈവരിച്ച കുമാരി മരിയ കുഴിവേലിക്ക് അഭിനന്ദനങ്ങൾ. കുട്ടികളുടെ ആധ്യാത്മിക ഉന്നമനം ലക്ഷ്യമാക്കി ആഴ്ചയിൽ 2 തവണ വേദപാഠം, സന്മാർഗപാഠം ഇവ നടത്തിവരുന്നു. ആത്മീയ ഉണർവ് കുട്ടികളിൽ ഉണ്ടാക്കുവാൻ KCSL കുട്ടികളുടെ നേതൃത്വത്തിൽ എല്ലാ ബുധനാഴ്ചയിലും ജപമാല റാലി നടത്തിവരുന്നു. കുട്ടികൾക്ക് മെച്ചപ്പെട്ട കമ്പ്യൂട്ടർ പരിശീലനം നൽകുന്നതിന് ആധുനിക സൗകര്യങ്ങളോടുകൂടിയ കമ്പ്യൂട്ടർ ലാബ്, സ്മാർട്ട് ക്ലാസ് റൂമുകൾ എന്നിവ പ്രവർത്തിക്കുന്നു. കുട്ടികൾക്ക് കമ്പ്യൂട്ടർ പരിശീലനം ജാൻസി ടീച്ചറിന്റെ നേതൃത്വത്തിൽ നൽകി വരുന്നു. കുട്ടികളുടെ പഠന നിലവാരം വിലയിരുത്തുന്നതിനായി യൂണിറ്റ് ടെസ്റ്റ്, മന്ത്ലി ടെസ്റ്റ്, മിഡ് ടേം എക്സാം, ടേം എക്സാം ഇവ നടത്തി വരുന്നു. ക്ലാസ് PTA യഥാസമയം നടത്തി രക്ഷിതാക്കളെ പഠന നിലവാരം ബോധ്യപ്പെടുത്തുന്നു. സോഷ്യൽ സയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ നടത്തി. സ്കൂൾ ലീഡേഴ്സായി കുമാരി റിയ മരിയ ബിജോ, മാസ്റ്റർ അഭിജിത്ത് ജോയി എന്നിവർ തിരഞ്ഞെടുക്കപ്പെട്ടു. സിസ്റ്റർ അൻസു, സിസ്റ്റർ മെർലിൻ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന കബ്ബാൻ ബുൾബുളിന്റെ ഒരു യൂണിറ്റും, സിസ്റ്റർ ജെസിയാൻഡോയുടെ നേതൃത്വത്തിൽ ബാൻസെറ്റും, ശ്രീമതി പ്രീജാമോൾ എംപിയുടെ നേതൃത്വത്തിൽ ബഡ്ഡിംഗ് റൈറ്റേഴ്സ് എന്ന സംഘടനയും, സിസ്റ്റർ ഷാറൂണിന്റെ നേതൃത്വത്തിൽ KCSL, സിസ്റ്റർ ടെൻസിയുടെ നേതൃത്വത്തിൽ DCL, മിസ് നിഖില, സിസ്റ്റർ ടെൻസി എന്നിവരുടെ നേതൃത്വത്തിൽ വിദ്യാരംഗം കലാസാഹിത്യവേദി എന്നിവ കുട്ടികളിൽ മൂല്യബോധവും സംഘടനാശേഷിയും വളർത്താൻ ഉതകുന്നതാണ്. 2000-ൽ പരം പുസ്തകങ്ങളുമായി ഒരു ലൈബ്രറി നമ്മുടെ സ്കൂളിൽ പ്രവർത്തിക്കുന്നു. കൂടാതെ ഇരുവചിറ ഫ്രണ്ട്സ് ക്ലബ് ആൻഡ് പബ്ലിക് ലൈബ്രറിയുടെയും അധ്യാപകനും ലൈബ്രറി സെക്രട്ടറിയുമായ ശ്രീ ജോമോൻ മാത്യുവിൻ്റെയും നേതൃത്വത്തിൽ ആഴ്ചയിൽ 2 തവണ കുട്ടികൾക്ക് പുസ്തകങ്ങൾ നൽകുകയും വർഷത്തിൽ ഏറ്റവും കൂടുതൽ പുസ്തകം വായിച്ച് മികച്ച വായനാക്കുറിപ്പ് തയ്യാറാക്കുന്ന 2 കുട്ടികൾക്ക് ക്യാഷ് പ്രൈസ് നൽകുകയും ചെയ്യുന്നു. കുട്ടികളിൽ മാനസികോല്ലാസവും സൗഹൃദവും വളർത്തുന്നതിനായി പഠന വിനോദയാത്ര സംഘടിപ്പിച്ചു. തൃശൂർ ജില്ലയിലെ ഡ്രീം വേൾഡ് വാട്ടർ തീം പാർക്കിലേക്ക് നടത്തിയ ഈ ഏകദിന വിനോദയാത്രയിൽ 50 കുട്ടികളും അധ്യാപകരും പങ്കെടുത്തു. കുട്ടികൾക്ക് മികച്ച കായിക പരിശീലനം അധ്യാപകരായ ശ്രീ ജോമോൻ മാത്യു, ശ്രീ സച്ചിൻ ജേക്കബ് എന്നിവരുടെ നേതൃത്വത്തിൽ നൽകി വരുന്നു. ദിനാചരണങ്ങളുടെ ഭാഗമായി നടത്തുന്ന വിവിധ മത്സരങ്ങൾ കുട്ടികൾക്ക് കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരമൊരുക്കുന്നു. പരിസ്ഥിതി ദിനം, വായനാ ദിനം, ലഹരി വിരുദ്ധ ദിനം, മലാല ദിനം, ചാന്ദ്രദിനം, അധ്യാപക ദിനം, ഹിരോഷിമ ദിനം, ഹിന്ദി ദിനം, സ്വാതന്ത്ര്യ ദിനം, കർഷക ദിനം, ഗാന്ധി ജയന്തി, റിപ്പബ്ലിക് ദിനം, ശിശുദിനം എന്നീ ദിനാചരണങ്ങളും ഓണം, ക്രിസ്തുമസ് എന്നീ ആഘോഷങ്ങളും സ്കൂളിൽ വിവിധ മത്സരങ്ങളോടെ നടത്തുകയും വിജയികളായ കുട്ടികൾക്ക് സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു. ഇവയുടെ വീഡിയോകൾ സ്കൂൾ യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ഓരോ ദിനാചരണങ്ങളുടെയും ആഘോഷങ്ങളുടെയും ഫോട്ടോയും വീഡിയോയും ഊർജ്ജസ്വലതയോടെ പകർത്തി യഥാസമയം സ്കൂൾ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന അധ്യാപകനായ ശ്രീ സച്ചിൻ ജേക്കബിന്റെ പ്രവർത്തനങ്ങൾ അഭിനന്ദനാർഹമാണ്. മികവിന്റെ മാറ്റുരച്ച നിമിഷങ്ങൾ. ഒക്ടോബർ മാസം 17, 18 തീയതികളിലായി ചങ്ങനാശ്ശേരി സെന്റ് ജോസഫ് സ്കൂളിൽ നടന്ന ശാസ്ത്ര, ഗണിതശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര പ്രവൃത്തി പരിചയമേളകളിൽ നമ്മുടെ സ്കൂളിലെ കുട്ടികൾ പങ്കെടുത്ത് മികച്ച വിജയം കൈവരിച്ചു. UP വിഭാഗം സോഷ്യൽ സയൻസ് മേളയിൽ ഓവറോൾ സെക്കൻഡ് ലഭിച്ചു. മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും അവരെ പരിശീലിപ്പിച്ച അധ്യാപകർക്കും അഭിനന്ദനങ്ങൾ. നവംബർ 11 മുതൽ 15 വരെ കുറുമ്പനാടം സെന്റ് പീറ്റേഴ്സ്, സെന്റ് ആന്റണീസ്, സെന്റ് ജോസഫ് സ്കൂളിൽ നടന്ന ചിലമ്പൊലി 2K24 കലോത്സവത്തിലും കുറുമ്പനാടം ഗവൺമെന്റ് LP സ്കൂളിൽ നടന്ന സംസ്കൃതോത്സവത്തിലും നമ്മുടെ സ്കൂളിലെ കുട്ടികൾ അഭിനന്ദനാർഹമായ നേട്ടങ്ങൾ കൈവരിച്ചു. തലയോലപ്പറമ്പിൽ വെച്ച് നടത്തിയ കോട്ടയം ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ലളിതഗാനം, സംഘഗാനം എന്നിവയ്ക്ക് നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് A ഗ്രേഡ് ലഭിച്ചു. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. പ്രോഗ്രസീവ് ക്ലബ് ലൈബ്രറി ഞാലിയാങ്കുടിയിൽ നടത്തിയ വായനാ മത്സരത്തിൽ നമ്മുടെ സ്കൂളിലെ വിജയികളായ ജിൻസ സൂസൻ ജെയ്സൺ, ജിനോസ് വി ജെയ്സൺ, എൽസ കൊടുവേലിൽ എന്നിവർ ക്യാഷ് അവാർഡിന് അർഹരായി. വീർഗാഥ 4.0-ൽ എൽസ കൊടുവേലിൽ, ജസ്വിൻ ആർ മാറാട്ടുകളം, ജൊഹാൻ അനൂപ് ജേവിഡ് എന്നിവർ പങ്കെടുക്കുകയും സർട്ടിഫിക്കറ്റുകൾ കരസ്ഥമാക്കുകയും ചെയ്തു. സ്കൂൾ ഇന്നോവേഷൻ മാരത്തോൺ 2024-ൽ നമ്മുടെ സ്കൂളിൽ നിന്നും 2 ടീമുകളിലായി 6 കുട്ടികൾ പങ്കെടുത്ത് സർട്ടിഫിക്കറ്റുകൾ കരസ്ഥമാക്കി. ചങ്ങനാശ്ശേരി സേവാ നികേത് സ്പെഷ്യൽ സ്കൂളിൽ വെച്ച് DCL കലാമത്സരത്തിൽ വിവിധ ഇനങ്ങളിൽ നമ്മുടെ സ്കൂളിലെ കുട്ടികൾ പങ്കെടുക്കുകയും ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും കരസ്ഥമാക്കുകയും ചെയ്തു.
വിദ്യാരംഗം കലാസാഹിത്യവേദി കോട്ടയം ജില്ലയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ സർഗോത്സവത്തിൽ നമ്മുടെ സ്കൂളിലെ കുട്ടികൾ പങ്കെടുക്കുകയും മികച്ച വിജയം കൈവരിക്കുകയും ചെയ്തു. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. ഉപജില്ലാ തലത്തിൽ നടത്തിയ സംസ്കൃതം സ്കോളർഷിപ്പ് പരീക്ഷയിൽ പങ്കെടുത്ത നമ്മുടെ സ്കൂളിലെ 18 കുട്ടികൾ സ്കോളർഷിപ്പിന് അർഹരായി. വിജയികളായ കുട്ടികൾക്കും അവരെ പരിശീലിപ്പിച്ച സംസ്കൃതം അധ്യാപിക സിസ്റ്റർ ജോയലിനും അഭിനന്ദനങ്ങൾ. 110 കുട്ടികൾ സുഗമ ഹിന്ദി പരീക്ഷയിൽ നമ്മുടെ സ്കൂളിൽ നിന്നും പങ്കെടുത്തു. കുട്ടികളെ പരിശീലിപ്പിച്ച ഹിന്ദി അധ്യാപിക സിസ്റ്റർ ജെസ്സി ആൻഡോയ്ക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ. ഇതര പ്രവർത്തനങ്ങൾ. കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിനും വ്യക്തിത്വ വികസനത്തിനുമായി എഡ്യൂക്കേഷൻ കൗൺസിലർ സിസ്റ്റർ ബ്ലെസിയ FCCയുടെ നേതൃത്വത്തിൽ സിസ്റ്റർ ജിസി ടോം, സിസ്റ്റർ റിൻഡു, സിസ്റ്റർ ജോസ്മി എന്നിവർ കുട്ടികൾക്കായി ഏകദിന ധ്യാനവും മോട്ടിവേഷൻ ക്ലാസും സംഘടിപ്പിച്ചു. നമ്മുടെ സ്കൂളിലെ വിദ്യാർത്ഥികൾ സുരക്ഷിതമായ യാത്രാ സൗകര്യം ഏർപ്പെടുത്തിക്കൊണ്ട് 2 സ്കൂൾ ബസ്സുകൾ സിസ്റ്റർ ജെസ്സി ആൻഡോയുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു വരുന്നു. സിസ്റ്റർ ജെസ്സി ആൻഡോയെയും ബസ് ജീവനക്കാരെയും ഏറെ നന്ദിയോടെ ഓർക്കുന്നു. കുട്ടികൾക്ക് നോട്ട്ബുക്കുകളും മറ്റ് അവശ്യ സാധനങ്ങളും മിതമായ വിലയ്ക്ക് നൽകുന്നതിനും പാഠപുസ്തകങ്ങൾ യഥാസമയം നൽകുന്നതിനുമായി ഒരു സ്റ്റേഷനറി യൂണിറ്റ് സിസ്റ്റർ ജോയലിൻ്റെ മേൽനോട്ടത്തിൽ പ്രവർത്തിച്ചു വരുന്നു. KCSLന്റെ ആഭിമുഖ്യത്തിൽ 82 കുട്ടികളും അധ്യാപകരും ഭരണജ്ഞാനം അൽഫോൺസാമയുടെ കബറിടം, കുടമാളൂർ ജന്മഗൃഹം എന്നിവിടങ്ങൾ സന്ദർശിച്ച് പ്രാർത്ഥിച്ചു. ദീപിക കളർ ഇന്ത്യ കോമ്പറ്റീഷനും ദേശാഭിമാനി അക്ഷരമുറ്റം കിസ് മത്സരവും നമ്മുടെ സ്കൂൾ തലത്തിൽ നടത്തപ്പെട്ടു. കുട്ടികളിലെ ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടെത്തുന്നതിന് MLSP സ്റ്റാഫ് നഴ്സ് ശ്രീമതി സൂര്യയുടെ നേതൃത്വത്തിൽ ഹെൽത്ത് സ്ക്രീനിംഗ് നടത്തിവരുന്നു. നമ്മുടെ സ്കൂൾ യൂട്യൂബ് ചാനലിൽ ഓരോ മാസവും നടത്തുന്ന പ്രോഗ്രാമുകളെ വിലയിരുത്തി ജിയോ ന്യൂസ് എന്ന പേരിൽ ഒരു വാർത്താധിഷ്ഠിത പ്രോഗ്രാം അപ്ലോഡ് ചെയ്തു വരുന്നു. വയനാടിനൊരു കൈത്താങ്ങ്. വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവർക്കായുള്ള ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കുട്ടികളും അധ്യാപകരും ചേർന്ന് സമാഹരിച്ച 17,000 രൂപ ചങ്ങനാശ്ശേരി അതിരൂപതയിൽ ഏൽപ്പിക്കുന്നതിനായി ഇരവുചിറ സെന്റ് മേരീസ് ഇടവക വികാരി റവറൻഡ് ഫാദർ ജെയിംസ് അത്തിക്കളത്തിന് കൈമാറി. സ്നേഹപൂർവം സിസ്റ്റർ റിറ്റി മരിയായിക്ക്. ജീവിതം സന്ദേശമാക്കി അനേകം മക്കൾക്ക് അറിവിൻ്റെ പൊൻവെളിച്ചം പകർന്നു നൽകി കർമ്മരംഗങ്ങളിൽ സ്നേഹചൈതന്യം പരത്തിയ സിസ്റ്റർ റിറ്റി മരിയായിക്ക് യാത്രാമംഗളങ്ങൾ നേരുന്നു. 31 വർഷങ്ങൾ അധ്യാപികയായി നിസ്വാർത്ഥ ശുശ്രൂഷ ചെയ്ത സിസ്റ്റർ അധ്യാപക പരിശീലന വേദികളിൽ നിറസാന്നിധ്യമായിരുന്നു. തൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കുന്ന സിസ്റ്റർ ആത്മീയ, സാമൂഹിക, രാഷ്ട്രീയ രംഗങ്ങളിൽ നന്മയുടെ നറുമലരുകൾ വിരിയിച്ച അനേകം തലമുറകളെ വാർത്തെടുത്തു. ഞങ്ങളുടെ പ്രിയ ഗുരുശ്രേഷ്ഠയ്ക്ക് പൂർവ്വ വിദ്യാർത്ഥികളുടെയും മാതാപിതാക്കളുടെയും നാട്ടുകാരുടെയും സഹപ്രവർത്തകരുടെയും കുട്ടികളുടെയും ആശംസകളും നന്ദിയും പ്രാർത്ഥനയും നേരുന്നു. നന്ദിയോടെ സെയിൻറ് ജോർജ് UP സ്കൂളിൻ്റെ സമഗ്രമായ ഉന്നമനത്തിന് ചുക്കാൻ പിടിക്കുകയും സ്കൂളിൻ്റെ മുറ്റം ഇൻ്റർലോക്ക് ഇട്ട് മനോഹരമാക്കാൻ സഹായിക്കുകയും ചെയ്ത ചങ്ങനാശ്ശേരി ദേവമാതാ പ്രൊവിൻസിൻ്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ റെവറൻഡ് സിസ്റ്റർ ബ്രിജി FCCക്കും വിദ്യാഭ്യാസ കൗൺസിലർ റെവറൻഡ് സിസ്റ്റർ ബ്ലെസിയായിക്കും പ്രൊവിൻഷ്യൽ ടീമിനും ഹെഡ് മിസ്റ്റേഴ്സ് റെവറൻഡ് സിസ്റ്റർ കരുണയ്ക്കും ലോക്കൽ മാനേജർ റെവറൻഡ് സിസ്റ്റർ ജോയലിനും ഹൃദയം നിറഞ്ഞ നന്ദി. കാലാകാലങ്ങളായി പഞ്ചായത്ത് നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രോത്സാഹനങ്ങൾക്കും സഹായങ്ങൾക്കും നന്ദി. എല്ലാ പ്രവർത്തനങ്ങളിലും ഞങ്ങളോടൊപ്പമുള്ള PTA പ്രസിഡന്റിനും എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്കും MPT അംഗങ്ങൾ, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ശ്രീമതി സുനിത KA, ഓഫീസ് ജീവനക്കാർ, BRC അംഗങ്ങൾ, നല്ലവരായ നാട്ടുകാർ, ഇരവുചിറ ഇടവക അംഗങ്ങൾ, വിൻസെൻ്റ് ഡിപ്പോൾ സൊസൈറ്റി അംഗങ്ങൾ, ഉപകാരികൾ, കുട്ടികൾക്കായി സ്കോളർഷിപ്പ് ഏർപ്പെടുത്തിയ സുമനസ്സുകൾ, മറ്റ് അഭ്യുദയകാംക്ഷികൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. 2024-25 അധ്യയന വർഷം മുതൽ ശ്രീമതി ഗ്രേസി കൊണ്ടോടിയുടെ ഓർമ്മയ്ക്കായി ശ്രീ ടിജോ കൊണ്ടോടി സ്കോളർഷിപ്പ് ഏർപ്പെടുത്തിയതും ഈ നിമിഷം നന്ദിയോടെ ഓർക്കുന്നു. ഇരവുചിറ സെന്റ് മേരീസ് ദേവാലയത്തിലെ വികാരി റെവറൻഡ് ഫാദർ ജെയിംസ് അത്തിക്കളത്തിനും പ്രാർത്ഥനയിലൂടെയും പ്രോത്സാഹനത്തിലൂടെയും ഞങ്ങൾക്ക് പ്രചോദനം നൽകുന്ന ഇരവുചിറ മഠത്തിലെ എല്ലാ സിസ്റ്റേഴ്സിനും ഞങ്ങളുടെ സഹോദര സ്ഥാപനമായ സെൻറ്റ് ഫ്രാൻസിസ് നഴ്സറിയിലെ ഹെഡ് മിസ്റ്റേഴ്സ് റെവറൻഡ് സിസ്റ്റർ ഷെറിൻ FCCക്കും എല്ലാ അധ്യാപകർക്കും നന്ദി. ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ വിദ്യാഹസ്തം സഹായനിധിയിൽ നിന്ന് നമ്മുടെ സ്കൂളിലെ 10 കുട്ടികൾക്ക് സ്കോളർഷിപ്പ് അനുവദിച്ചത് ഏറെ നന്ദിയോടെ ഓർക്കുന്നു. കുട്ടികളുടെ സർഗാത്മക ശേഷി വികസിപ്പിക്കുന്ന ഡാൻസ് പരിശീലകനായ ശ്രീ മനോജ് സാറിനും ഹൃദയം നിറഞ്ഞ നന്ദി.
സ്കൂളിലേക്ക് ആവശ്യമായ കസേരകൾ സ്പോൺസർ ചെയ്ത ഓഫീസ് അസിസ്റ്റന്റ് ബിനോയ് ചേട്ടന് നന്ദി. ഞങ്ങളുടെ കുട്ടികളെ സുരക്ഷിതരായി സ്കൂളിലേക്കും തിരിച്ച് വീട്ടിലേക്കും എത്തിക്കുന്ന സ്കൂൾ ബസ് ജീവനക്കാരായ മാത്തുക്കുട്ടി ചേട്ടനും ബിജു ചേട്ടനും ജോളി ചേച്ചിക്കും ലില്ലിക്കുട്ടി ചേച്ചിക്കും നന്ദി. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പോഷകസമൃദ്ധമായ ആഹാരം വൃത്തിയോടെയും രുചിയോടെയും ഒരുക്കി നൽകുന്ന തങ്കമ്മ ചേച്ചിക്കും നന്ദി. എല്ലാറ്റിനുമുപരി ഇക്കാലമത്രയും ഞങ്ങളെ കൈപിടിച്ച് നടത്തിയ സർവശക്തനായ ദൈവത്തിനും നന്ദി. സ്കൂളിൻ്റെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ ഗീവർഗീസിനോട് മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് പൊതുജന സമക്ഷം ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നു.